ഊട്ടിത്തെ ഇപ്പത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഇപ്പം അങ്ങോട്ട് പോവാത്താണ് നല്ലത്. ഇന്നെ പോലെ വെയിൽ അലർജി ഉള്ളവര് തീരെ അങ്ങോട്ട് ഈ ടൈമിൽ പോകണ്ടട്ടാ. എനിക്ക് വെയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഗാർഡനിലൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കർച്ചീഫ് തലയിൽ മൂടി കെട്ടിയിട്ടാ നടന്നിരുന്നത്. എനിക്കൊരു ഉഷാറും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ സെറ്റായി വന്നു. പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു. ഈ ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടി ഞങ്ങൾ ടിക്കറ്റ് നോക്കിയിട്ട് ഞങ്ങളെ ഭാഗ്യക്കേടിന് ടിക്കറ്റ് കിട്ടിയില്ല. എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വേറൊരു സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു നല്ല വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ വണ്ടി നിർത്തി. അതിൻ്റെ അടുത്തൊരു കട ഉണ്ട്. അതിൽ കയറി അങ്ങനെ 100-500 അവിടെയും പൊട്ടിച്ചുട്ടാ. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവർ ചെന്ന പാടൊരു മസാല ടീ ടേസ്റ്റ് ഒക്കെ വേണ്ടി തന്നു. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഈ മനുഷ്യന്മാർ ഇതൊക്കെ എങ്ങനെ കുടിക്കണമെന്നാവാം. എല്ലാവരും ഓരോ സിപ്പ് എടുത്ത് അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാഷ്മെല്ലോയും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു. അതൊക്കെ അപ്പം തന്നെ ഞങ്ങൾ വണ്ടിയിൽ ഇന്ന് തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പോണ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് വിചാരിച്ച പോലെ ആസ്വദിക്കാൻ പറ്റിയില്ല. എൻ്റെ ഭാഗത്തേന്ന് സൂര്യൻ ഇട്ടാ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു ചോക്ലേറ്റ് ഒക്കെ തിന്നുന്നുണ്ട്, എന്നാലും ഒരു ഉത്തമായില്ല. അപ്പുറത്തേക്ക് ഇരിക്കാൻ ആ കുരിപ്പോട്ട് സമ്മതിക്കണില്ല. അങ്ങനെ യാത്ര ഞങ്ങൾ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തെത്തിയപ്പോൾ അവിടെയുണ്ട് ഇതേപോലെ ചെറിയൊരു ലോക്കൽ മാർക്കറ്റ്. എല്ലാവിധ സാധനങ്ങളും അവിടെയുണ്ട്. അല്ലുമോൻ ഈ സാധനത്തിന് കുറേ വാശി പിടിച്ചിട്ട് അതെന്തൊരു സോപ്പും പെട്ടിയാണ്, പക്ഷെ ഞങ്ങൾ മേടിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ച സ്ഥലത്തെത്തിയപ്പോൾ നിറച്ച് കുരങ്ങന്മാരിട്ടാ. എന്തായാലും ഞങ്ങൾ വന്നതല്ലേ വിചാരിച്ച് കയറി നോക്കി. ഈ ഒരു സാധനത്തിൻ്റെ മുകൾക്ക് കഷ്ടപ്പെട്ട് കയറി ചെന്ന് നോക്കിയപ്പോൾ ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല. അതേപോലെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷെ വ്യൂ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുള്ള വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു മലൻ്റെ അടിയിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുന്ന ഇടയിൽ അല്ലുമോന് ചെറിയൊരു പണി ഒപ്പിച്ചിട്ട് ആ പൈപ്പ് ഓനാണ്ട് തുറന്നു കിട്ടുക ആ കുപ്പിൻ്റെ. പിന്നെ അപ്പം തന്നെ അത് സെറ്റാക്കി അങ്ങനെ തിരിച്ചു പോരുമ്പോൾ സൂര്യൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഈ വ്യൂ ഒക്കെ ഞാൻ സത്യം പറഞ്ഞാൽ തിരിച്ചു പോരുമ്പോഴാണ് ആസ്വദിച്ചത്. അങ്ങനെ പോരുന്ന വഴിക്ക് ഞങ്ങൾ നല്ലൊരു കാട്ടുപോത്തിനെ കണ്ടു. ഇതിനൊക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് അങ്ങനെ ഞങ്ങൾ ചുരം ഇറങ്ങി പോന്നു. അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.